ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. അവൽ എഗ് ബോൾ. ഇതൊരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് അരിയേണ്ടത്. സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം. നമുക്ക് പച്ചമുളക് ആഡ് ചെയ്തു. നിങ്ങളുടെ എരിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിയില ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ആർക്കും മല്ലിയില ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്തത്. ഇനി നമുക്ക് മസാലകൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതെല്ലാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തു. ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായി പിടിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട അവിച്ചത് ഇതുപോലെ ചെറുതായി ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട പുഴുങ്ങിയതിൽ ഒരു ഫോർക്ക് കൊണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഈ ഒരു വലിപ്പത്തിൽ. എന്നിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ മുട്ടയിൽ നന്നായി പിടിക്കണം. അതുവരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കപ്പ് അവലെടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് നനച്ചു കൊടുക്കണം. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ അവലൊന്ന് കൊന്ന് വരും. ഇനി ഈ അവൽ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ മസാല കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബോൾസ് ആക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിന് ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ട ബ്രെഡ് ക്രംസും പിന്നെ മുട്ടയുമാണ്. മുട്ട ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. ഇനി ഈ ബോൾസ് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കി അതുപോലെ ബ്രെഡ് ക്രംസിലും മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരെണ്ണം ഞാനിങ്ങനെ ചെയ്തു. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഓരോ ബൗൾസായി ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളു വേകാതിരിക്കാൻ ചാൻസ് ഉണ്ട്, പുറമേ കരിഞ്ഞും പോകാം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ
ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, മറ്റേ സൈഡ് കൂടിയാണ്. അപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ അവൽ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്.